ഇന്ന് തന്നെ ഈ കോടതിയുടെ ജഡ്ജ്മെന്റ് പറഞ്ഞതിന് ശേഷം ഉടൻ പിന്നെ കോടതി പരിഗണിച്ചത് നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിന്റെയും പിന്നെ ഈ പറയുന്ന മലയാള മാധ്യമങ്ങളുടെയൊക്കെ കോടതി അലക്ഷ്യ കേസുകളാണ്. അത് 18-ാം തീയതിയിലേക്ക് വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്നും രക്ഷപ്പെടുന്നു വിചാരിക്കേണ്ട. നിങ്ങളുടെയൊക്കെ കേസുകൾ പെൻഡിങ്ങാ. നിങ്ങളൊക്കെ ഈ പറയുന്ന ഇതിലെ മെറ്റീരിയൽ എവിഡൻസുകൾ ഗ്യാഗ് ഓർഡറിലുള്ള അത് ഞാൻ മീഡിയ വണിനെ കുറിച്ചല്ല ഞാൻ പറയേണ്ടത്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ അതിജീവിച്ച ഈ പറയുന്ന പ്രിസൈഡിംഗ് ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് രണ്ടാമത്തെ അതിജീവിതയാണെന്ന് അവർക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി സാധിച്ചില്ലേ? അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഒരു പക്ഷേ ഇതൊന്നും താങ്ങാൻ പറ്റാത്ത ഒരു സ്ത്രീ, അവരൊരു മനുഷ്യനാണെന്നേ, ഏലിയനൊന്നും അല്ലല്ലോ, അവരൊരു മനുഷ്യ സ്ത്രീയാണെന്നേ, അവരിതൊക്കെ തരണം ചെയ്തിട്ടല്ലേ ഈ ഒരു വിധിയിലേക്ക് വന്നത്. അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നു? അവർ ഒരു 5-6 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന, ഓപ്പൺ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അജിന് ശ്രദ്ധിച്ചായിരുന്നു. എന്താ പറഞ്ഞത്? ആദ്യത്തെ വരി എന്ന് പറയുന്നത് ഇതൊരു സെൻസേഷണൽ മാറ്റർ ആയിരുന്നു, ഒരു സെൻസേഷൻ ഇതിലുണ്ട്, ഒരു വൈകാരികത ഇതിലുണ്ട്. പക്ഷെ കോടതികൾ വൈകാരികത മുൻനിർത്തിയല്ലോ ഇതിൽ തീരുമാനമെടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു വിധി പറയേണ്ടത് എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞു, ബച്ചൻ സിംഗ് കേസിലെ വിധി തന്നെ പറഞ്ഞത് അഗ്രിവേറ്റിംഗ് ആൻഡ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് ഞങ്ങൾക്ക് പരിഗണിക്കണം. അഗ്രിവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത് ഒരു കേസിൽ, ഒരു ക്രിമിനൽ കേസിൽ അത് രേഖയുടെയും തൊണ്ടിയുടെയും വാദങ്ങളുടെയും ഒക്കെ ഭാഗമായിട്ട് വരും. അതായത് ഏതൊക്കെ തരത്തിൽ അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അയാളുടെ ഒരു ഇന്റൻഷൻ, മോട്ടീവ് എല്ലാം ഈ രേഖകളുടെ അടിസ്ഥാനത്തിൽ അഗ്രിവേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസിക്യൂഷന് സാധിക്കും. പക്ഷേ അപ്പോഴും അയാളെ കൺവിക്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും ശിക്ഷാവിധിയിലേക്ക് വരുന്ന സമയത്ത് യു ഹാവ് ടു കൺസിഡർ ദ മിറ്റിഗേറ്റിംഗ് ഫാക്ടേഴ്സ് ഓർ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ് ഓഫ് ദി അക്യൂസ്ഡ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസസ്? ആ പ്രതിയുടെ ഏതെങ്കിലും രീതിയിൽ ശിക്ഷ കുറച്ചു കൊടുക്കാൻ പറ്റുന്ന, ലഘൂകരിക്കാവുന്ന സാഹചര്യങ്ങൾ പരിഗണിക്കണം. അതാണ് സെറ്റിൽഡ് ലോ. ആ സാഹചര്യങ്ങൾ എന്തൊക്കെയാ? ഏറ്റവും ആദ്യം അദ്ദേഹത്തിന്റെ പ്രായം, ഏതെങ്കിലും തരത്തിൽ ഒരു റിഫോർമേഷന് വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ, അദ്ദേഹം ഈ ചിന്തകളിൽ നിന്ന് മാറി നല്ലൊരു മനുഷ്യനായി വരുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ. അതാണ് റിഫോർമേറ്റീവ് സാധ്യത വെച്ചിട്ടുള്ള പ്രായം എന്ന് പറയുന്നത്. രണ്ടാമത് ക്രിമിനൽ ആന്റിസിഡൻസ്, ഏതെങ്കിലും രീതിയിൽ മുൻകാലങ്ങളിൽ ഏതെങ്കിലും ക്രിമിനൽ കേസുകളിൽ കൺവിക്ഷനോ പ്രതിചേർക്കലോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. മൂന്നാമത് സാമൂഹിക സാഹചര്യം. നാലാമത് കുടുംബപരമായിട്ടുള്ള സാഹചര്യം. അഞ്ചാമത് വിദ്യാഭ്യാസപരമായിട്ടുള്ള സാഹചര്യം. ആറാമത് സാമ്പത്തികപരമായിട്ടുള്ള സാഹചര്യം. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് സുപ്രീം കോടതി ഈ കാലയളവിലൊക്കെ പറഞ്ഞിരിക്കുന്ന വിധിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ പ്രിസൈഡിംഗ് ജഡ്ജി വിധിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇതൊക്കെ ചോദ്യം ചെയ്യില്ലേ ജഡ്ജിനെ? തീർച്ചയായിട്ടും നമ്മൾ ജഡ്ജ്മെന്റ് വായിച്ചതിന് ശേഷം, കോടതി കണ്ടെത്തിയ യുക്തി എന്താണെന്നതിന് ശേഷം അതിലേക്ക് പോവുകയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു ശ്രീജിത്ത്.